അങ്ങനെ രണ്ടാമത്തെ ഷൂട്ട് വന്നേക്കാണ് ഇവിടെ ഗ്രിൽസ് ആൻഡ് ചിൽസ് ഒരു ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു ബാല്യകാല സുഹൃത്തുണ്ട്. ബാല്യകാലല്ലോ, യൗവനകാല സുഹൃത്തെന്ന് പറയാം. കാരണം +1 +2 ഒരുമിച്ച് പഠിച്ചാൽ അവന്റെ കല്യാണം. അയ്യോ ഏത് ഇല്ല, ഞാനിപ്പോഴും യുവത്വം തന്നെയല്ലേ. അപ്പോൾ അവന്റെ സേവനമൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഗ്രിൽസ് ആൻഡ് ചിൽസിലുണ്ട്. പാന്നിക്കുന്നതാണ് ആ 2 യുവമിഥുനങ്ങൾ, നവമിഥുനങ്ങൾ. അതെ അതെ, ഉടനെ ലോക്കാവാൻ പോകുന്ന 2 യുവമിഥുനങ്ങൾ. അവർക്കറിയില്ലല്ലോ നാശത്തിലേക്കാണ് നിന്റെ മറ്റേ ഫാദർ ഡൊമിനിക്കാണ് പറയുന്നത്, നാശത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അത് അവരൊക്കെ സഹിച്ചു. തിരിച്ചെടുക്കടാ. പുല്ല് പ്രേമ എന്നാ ഉണ്ട്? എന്താണ് ഇതിന്റെ ചാർജ് ഒന്നും കുറയുന്നില്ല? 86% ഉണ്ടല്ലോ. പുത്തൻ ബാറ്ററി എടുത്തിട്ട് അത് ശരി. മറ്റേത് 23 കണ്ട് എത്തിയായിരുന്നു. അപ്പോൾ അവർ തന്നെ അവർക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അവർ തന്നെ കുറച്ച് ഷോർട്ട് കാര്യങ്ങളൊക്കെ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അനുസരിച്ച് എടുക്കാം. അറിയാം, അപ്പോൾ തുടങ്ങാം അല്ലേ? എത്രത്തോളം ഹൈറ്റിൽ എനിക്ക് പൊക്കാൻ പറ്റും? അത്യാവശ്യം വൈഡ്. സൂപ്പർ വ്യൂ ആണെങ്കിൽ നല്ല ലെങ്തി കിട്ടൂലേ? കിട്ടുന്നുണ്ട്. ഓയ്യോ, ഇവിടെ ഫുള്ള് കിട്ടും. എടാ പ്രേമ നോക്കി, ഈ ഏരിയ ഫുള്ള് കിട്ടും. ഹലോ ഗൈസ്, കംപ്ലീറ്റ് ഏരിയ കിട്ടും. ഓരുടെ കല്യാണം കഴിഞ്ഞ് കുറെ പുറത്തിറക്കാനുള്ളല്ലേ? അതാറാ ജോയലിന്റെ വണ്ടി നമുക്കൊരു പ്രശ്നമായതുകൊണ്ട് നമ്മൾ വണ്ടി എടുത്ത് മാറ്റിക്കളയാണ്. അംബാനി ഇവിടെ കൊണ്ടുപോയി വണ്ടി ഇട്ടാലും നമ്മൾ വണ്ടി മാറ്റിക്കും. ഒന്ന് മാറും, റിഫ്ലക്ഷൻ വരുന്നതാ. അല്ല ലീനിയറാ. ഇവിടെ തന്നെ നോക്കിയാൽ രണ്ടുപേരും നേരെ നോക്കുന്നല്ലോ. നേരെ നോക്കുന്ന അതന്നെ. തിരിച്ച് രണ്ടുപേരും ഓക്കെ. അശ്നാവിന്റെ ഫേസിലേക്ക് നോക്കി, അവളുടെ ഫേസിലേക്ക് നോക്കിയടാ. അവളുടെ തോളിന്റെ അങ്ങോട്ട് നോക്കിയോ. അങ്ങനെ ഷൂട്ട് പകുതിയോളമായി. നമ്മള് ഫോട്ടോസ് എടുക്കാനുള്ളതൊക്കെ എടുത്ത് തീർത്തു. നല്ല കിടിലൻ ഫോട്ടോസൊക്കെ കിട്ടി. They were very happy. കിടുണ്ട്. ഓ നൈസ് ഫ്രെയിം, അടിപൊളി, കൊള്ളാം. കിട്ടുള്ള സാധനം നമുക്ക് ഈ സൈഡിൽ സേവ് ചെയ്ത് കഴിവുണ്ട്. എനിക്ക് നല്ല കപ്പിൾസിനെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഫോട്ടോ ഞാൻ എടുക്കും. ശരി കേട്ടോ. എനിക്ക് കിട്ടുന്നതൊക്കെ നല്ല ആൾക്കാരായതുകൊണ്ട് എനിക്ക് എപ്പോഴും നല്ല ഫോട്ടോസ് മാത്രമേ കിട്ടാൻ. അതുകൊണ്ട് പേജിലിടാറില്ലാത്തത്. ഇതെന്താ പേജിൽ ഉറപ്പാ. കൊള്ളാം, നല്ല ഫോട്ടോസ്. നല്ലതാ. കഥയിലെ രാജകുമാരനും അടുത്ത തന്നെ ഇനി വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ, അവിടെ പ്ലാനിങ്ങിലാണ്. അവരിപ്പോൾ ഈ റെഫറൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ചായം കൂടി കുടിച്ചിട്ടുണ്ടെങ്കിൽ ടേബിൾ ഏതെങ്കിലും ടേബിൾ ഇരിക്കാണ് വിഷയമാണ്. തകർക്കും. അതെ, ലൈവ് അല്ല, ഇതൊക്കെ ഇറങ്ങുമെന്നും അറിയത്തില്ല. ഇവന് വ്ളോഗാണ്, ഇവൻ വ്ളോഗ് ഇടുന്നത് അതിനുള്ള വീഡിയോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഷോട്ട് ഓൺ ദ വേ. ശരിടാ ജിത്തു. ജിത്തുവിന് ഒരു പണി എടുക്കേണ്ട ആവശ്യമില്ല. ജിത്തുവിന് 5 പൈസയുടെ പണി എടുക്കണ്ട. എല്ലാ പ്ലാനിങ്ങും അവർ തന്നെ പറയുന്നുണ്ട്. അതെ അതെ, കൊള്ളാം. നല്ല ബ്രൈഡിന് നല്ല
നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ട്. ശരിടാ, എടാ എന്നെ കൂടെ കൊണ്ടുപോടാ. നമുക്ക് അകത്തേക്ക് എന്നാലും റെഡിയല്ലേ? ഓക്കെ, നേരെ അങ്ങോട്ട് നോക്കി തന്നെ നടന്നോട്ടോ. നടക്കുന്നതിനിടയ്ക്ക് ഞാൻ എന്തോ ഇല്ലില്ല, ഇടയ്ക്കൊന്ന് വാച്ചാലും കൂടെ നോക്കിയാ കേട്ടോ. റെഡിയല്ലേ? 3, 2, 1 പോരെ. ചിരിച്ചോട്ടോ. റെഡിയല്ലേ? 3, 2, 1 കയറിക്കോ. ഒന്നൂടെ ബാക്കിലേക്ക്. പെർക്സ് ഓഫ് ബീങ് എ ഫോട്ടോഗ്രാഫർ. നമുക്ക് ഷൂട്ടിന് വരുന്നത് നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും തിന്നാൻ കിട്ടും, എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് മേടിച്ച് തരും. പക്ഷേ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തിന്നുന്ന വയറും കൂടെ വേണ്ടായിട്ട് വേണം വരാനായിട്ട്. മാമോദീസക്കകത്ത് മതിയായ തീറ്റയും തിന്ന് വയറും നിറഞ്ഞ ഐസ്ക്രീം കുത്തി തിരികിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് അവരെ വെയിറ്റ് ചെയ്യുന്ന ആദ്യം പകോട്ട കയറിയിട്ടത് മൊഹിത്തോയും കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് എന്നെ വെള്ളം മേടിച്ചിട്ടുണ്ടോ ഞാൻ എന്താ പറയാനുള്ളത്? എടാ ഞാൻ കിടിലം കളിയല്ല, ഞാൻ കിടിലം കളിയാ. ഞാൻ 1, 2, 3, 4. ഓക്കെ, കളിക്കാൻ അറിയണം. പ്രേമന്റെ കളി എങ്ങനെ ഉണ്ടാകണം? ഇത് കണ്ടിട്ട് നിന്നെ കെട്ടിയോടാ. ഇങ്ങനെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? സെലക്ഷനാ? നിന്റെ സെലക്ഷൻ ആണോ? തൊപ്പി വെച്ചോ? മറ്റേ മുകേഷ് ഈ തൊപ്പി വേണ വേണ്ട, ഇതിലാദ്യം എടുക്കാം എന്നിട്ട് എന്തോ വെയിറ്റ് നൈറ്റ് കിട്ടുകൊണ്ടൊരു ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. പറഞ്ഞു ഞങ്ങൾ ഈജിപ്തിൽ നിന്ന് ഇറക്കിയ പുതിയ കോസ്റ്റ്യൂമാണ്. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്, എനിക്കൊന്നും പറയാനില്ല. അപ്പൊ നമ്മള് സേവ്ദായിട്ട് എടുക്കാൻ വന്നതാണ്. ഇതാണ് റിൻഷാദ്, അഷ്ന. അപ്പം ഇതാണ് അറേബ്യൻ കോസ്റ്റ്യൂം. ഒമാനി, ഈജിപ്തി. എടാ ഈ ഡ്രസ്സിന് എന്നാ പറയുന്നത്? ഒമാനി എന്ന് പറയണ. സാധാരണ സാധാ പോയിട്ടുള്ളത്, ഇത് മറ്റേ വർക്കൊക്കെ ഉള്ള സാധനമാണ്. ഒമാൻകാര് ശരിയല്ല, കാണാം. ഭയങ്കര സന്തോഷമുള്ള ദിവസം. കുറച്ചുകൂടെ കൈ ഇങ്ങനെ ബാക്കിലേക്ക് ആക്കി പോയിട്ടൊന്നല്ലോ. മറ്റേ കൈ ഇങ്ങനെ തോളത്തേക്ക് വെച്ച്, മറ്റേ കൈ തോളത്തേക്ക് വെച്ചു, അല്ല ഇങ്ങോട്ട് ഫേസ് ഇങ്ങോട്ട്. ഓക്കെ, ചിടിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് അല്ലേ? അവിടെ നോക്കിയടാ. നോക്കിയോ? നമ്മള് തയ്പ്പിക്കുന്നതാണോ? ആണോ? പിന്നെ അല്ലെങ്കിൽ കിട്ടുവോ? തൊപ്പി വെച്ചാൽ എടുത്തില്ല. നൈറ്റ് കിട്ടിയൊരു കല്യാണ ചെറുക്കന്റെ വീഡിയോ പറയാ തയ്പ്പിച്ച സംസാരം. ഓക്കെ, ഫേസ് ടു ഫേസ് നോക്കി ഫ്ലൈങ് കിസ് കൊടുക്കടാ. ഓക്കെ, ഒന്ന് രണ്ടുപേരും ഇങ്ങനെ പരസ്പരം സീരിയലിനകത്ത് നിൽക്കുന്ന പോലെ നിന്നേ, പുറം ചാരിട്ട്. ആ ഓക്കെ, കുറച്ചുകൂടി ഇപ്പുറത്തേക്ക് തിരിഞ്ഞു. ഓക്കെ,
പാടുപെടും ചതിച്ചിട്ട് തിരിഞ്ഞു തരാം. ഓക്കെ സെറ്റ്. എങ്ങനെ എന്റെ അടുത്താണ് ഇതിന് ആവശ്യത്തിനുണ്ട്. ചേട്ടാ ഇത് എത്ര മണിക്കൂറായാ ഗോപ്രോ തീർന്നൂലേ? ചിരിക്കണോ? സീരിയസ്. ഓക്കെ അതുപോലെ ഫേസ് ടു ഫേസ് നോക്കി. എടാ കണ്ടോ ഇത് കൊള്ളാം. നേരെ വെക്കണ അടിപൊളിയൊക്കെ. ഇങ്ങനെ ചുമ്മാ ഒന്ന് സ്റ്റില്ലായിട്ട് നിൽക്കാവോ? അതൊരു അല്ലല്ല ചുമ്മാ കൈ താത്തിയിട്ട് അറ്റൻഷൻ പോലെ കുറച്ചും കൂടി തിരിഞ്ഞു രണ്ട് സൈഡിൽ കയറി. നീ അപ്പുറം സൈഡിലേക്ക് തിരിഞ്ഞടാ. മറ്റേ സൈഡിൽ കയറി. ചുമ്മാ ഇങ്ങനെ കൈ താത്തിയിട്ട് നിന്ന് ഒരു പോസും ഇല്ലാത്ത രീതിക്ക് ചുമ്മാ നിൽക്കുന്ന രീതി. എന്നെ കൊണ്ട് അതൊക്കെ പറ്റുള്ളൂ. കുഴപ്പമില്ല, നീ പറ്റുന്നേ ചെയ്തു. ചുമ്മാ കൈ താത്തിയിട്ട് കാലിങ്ങനെ തന്നെ വെച്ചു. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും കാലിപ്പോ ഇങ്ങനെയല്ലേ വെച്ചേക്കുന്നത്? ഇങ്ങനെയാക്കെ. ചേർന്ന് ഈ കോസ്റ്റ്യൂം മെയ്ഡ് ഇൻ കുന്നംകുളം, ഇത് മെയ്ഡ് ഇൻ ഈജിപ്ത്. പക്ഷെ ഇതിന്റെ വെള്ളം അടിക്കാനുള്ള അതാണ് സ്വാഭാവികം. ഇതുണ്ടല്ലോ, ഞാൻ വന്നപ്പോ ഇത് കാണിച്ചാൽ മതി. എടാ ഇത് 3-4 മാസം മുമ്പ് എടുത്തു കൊടുത്താ, ഇതുവരെ ഇട്ടിട്ടില്ല. ഇപ്പഴാ പ്രൈസ് ടാഗ് ലവ് മാരേജ് അല്ലേ? എടാ ഇത് ഈജിപ്തിൽ വെച്ച് ഞാൻ കൊണ്ടുവന്നു. അതല്ല, ഇപ്പം എത്ര നാളത്തെ ലവ് മാരേജാ? നമ്മള് ആദ്യം എടുത്ത പ്ലേസിൽ തന്നെ നിന്നിട്ട് വീണ്ടും ഫോട്ടോ എടുക്കാൻ പോവാണ്. അവർക്ക് സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ നമ്മൾ എടുത്ത 85 ആയിരുന്നു. അപ്പൊ നമ്മൾ 85ലേക്ക് സ്വിച്ച് ചെയ്യാൻ പോകുന്നു. അടി ക്യാപ്പ് വരിക, കമത്തി പിടിക്കുക, സാധനം വെക്കുക, ലോഡ് ചെയ്യുക, കമത്തി കേൾക്കണം. സൗണ്ട് കേൾക്കും. അതെ അന്നേരം ലോക്കായി പുതിയ റീൽ കേട്ടോ. അതെ ഷട്ടർ സ്പീഡ് അടിക്കും. ഓ ബ്രദർ. അങ്ങനെ ഗ്രില്ലൻ ചിൽസിലെ സേതേറ്റ് പരിപാടികളൊക്കെ തീർന്നു. ഇനിയിപ്പം വേറെ ഏതൊരു ലൊക്കേഷനിൽ പോകുന്നതാണ് പറയണത്. അവർക്ക് അറേബ്യൻ ഡ്രസ്സ് ഇട്ട് കുറച്ച് സാധനങ്ങൾ എടുക്കണമെന്ന്. അപ്പം നോക്കാം. ഇനിയിപ്പം ഏതൊരു നല്ല സ്ഥലത്ത് പോകണം. ഇതൊരു കിടിലനായിരുന്നു, അടിപൊളിയായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്ത് പോയിട്ട് കാണാം. അല്ലേ പ്രേമ? എന്ത് തോന്നുന്നു? ഓക്കേടാ. ബാക്കിയോട് കണ്ടു നിങ്ങൾ. ഇതാണ്ടാ ശ്രീനാഥ, മതിയായ റിയാക്ഷൻ ഇട്ടോണ്ടിരിക്കുക. നൈസാ, ബാക്ക്ഗ്രൗണ്ട് നൈസ്. അതെ നമ്മള് എടുത്തു പറയണ്ടല്ലോ. എനിക്ക് അത് കഴിഞ്ഞ് പെട്ടെന്ന് കണ്ട ഇത് ഒന്ന് ഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് സാധനം സെറ്റ് ആവും. ഇത് ഒറ്റ അടിപൊളി. ഓക്കെ, നെക്സ്റ്റ് എന്താ? വീഡിയോ ആയിട്ട് വീഡിയോ. ഓക്കെ, കറക്കാൻ നിർത്തിട്ട് അവന്റെ ചെസ്റ്റയിലേക്ക് കിടന്ന് ഇങ്ങോട്ട് നോക്കില്ല. നിങ്ങൾ ഫേസ് ടു ഫേസ് ഓക്കെ അല്ലേ? സീനില്ലല്ലോ. ടെൻഷൻ അടിക്കുന്നുണ്ടോ? പയ്യെ ചെയ്താൽ മതി. ശരിയല്ലേ? കറങ്ങിക്കോ. ഓക്കെ, അതിന്റെ ചെസ്റ്റയിലേക്ക് കിടന്ന്. ഓക്കെ, ആ ചെസ്റ്റയിലേക്ക് അതുപോലെ തന്നെ കിടന്നു. ഞാൻ പറയുമ്പോഴത്തേനും കഴുത്തിങ്ങനെ എടുത്തിട്ടാണ്. ഒന്നിലെടുത്തു. ഇനി എങ്ങാനും ബിരിയാണി കിട്ടിയാലെന്ന് പറയുന്നത്. അതെ കളിപ്പിച്ചു പോന്നിട്ട് നീ കയ്യെ പിടിക്കുന്നതിന് അഷ്ന കയ്യെ പിടിക്കാൻ നേരത്ത് വേണം ചിരിക്കാൻ. ഓക്കെ വേണം ചെയ്യാൻ. അങ്ങനെ തന്നെ. റെഡിയല്ലേ? ഓക്കെ, 3, 2, 1 നടന്നേ. ഓക്കെ, കൈ പിടിച്ചേ, പിടിച്ചേ. ഓക്കെ, സീനില്ല. കാലിലേക്ക് ശ്രദ്ധ വരികയില്ല. ശ്രദ്ധയുണ്ടല്ലോ. ഒരു 2 ഫോട്ടോ കൂടി എടുക്കാം. അങ്ങനെ ഇന്നത്തെ നമ്മുടെ പരിപാടികളെല്ലാം തീർന്നു കഴിഞ്ഞത്തേനും നമ്മുടെ പയ്യന്മാരെല്ലാം കൂടെ ഉണ്ട്. ഞാൻ ജിത്തു, മൂത്താപ്പ, വിക്കി, പ്രേമൻ, അക്രപ്പോളോ, സണ്ണി, സോയൽ, വർക്കിന മോൻ. ഞങ്ങൾ വല്ലപ്പോഴും മാത്രം വിളിക്കാറുണ്ട്. ഇപ്പം നമ്മളിപ്പം തൊഴിലാണുള്ളത്. അപ്പം
പിന്നെ ഇന്ന് എല്ലാവരും ഓരോ പരിപാടിയും കഴിഞ്ഞിട്ട് തിരിച്ചു വന്നേക്കുവാണ്. ഓരോ പരിപാടി എല്ലാവരും ഒരുപാടി അതിന് വന്നു തൊഴിൽ വന്നു നാട്ടുകാരെ പറ്റി കുറ്റമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഒരുമാതിരി തന്ത വൈബ് അല്ലടാ. കുടുംബശ്രീ സത്യം അതല്ലേ സകലമായ നാട്ടുകാരെ പറ്റി കുറ്റം പറഞ്ഞു. ഇനി പയ്യെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടികളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ വേളയിൽ എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ശുഭരാത്രി സുഖനിദ്ര. വന്നതിനും നിന്നതിനും നന്ദി. നല്ലൊരു നാളേക്കായി കുനിഞ്ഞിട്ട് നീ വരും. എടാ നമ്മള് നല്ലൊരു നാളേക്കായി കുനിഞ്ഞിട്ട് നീ വരും. ഓ അങ്ങനെ. പിന്നെ ആഗസ്റ്റ് 15 എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഒരു സല്യൂട്ട് അടിക്കട്ടെ. സാരേ ജഹാ സെ അച്ഛാ ഹിന്ദു സിതാ ഹമാര ഹമാര ഭാരത് മാതാ കീ ഭാരത് മാതാ കീ. ചാർജ് കുറവാന്ന് തോന്നുന്നു. ലാംബോ നീ വരി തുടങ്ങിയോ? പ്രേമൻ ചേട്ടൻ കിട്ടിയോ? തലേ കിട്ടിയോ? കിട്ടിയോ കിട്ടിയോ? വേറൊന്നല്ല, മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് മേടിക്കാൻ വന്നാണ്. അതെ അതെ നമ്മൾ മെഡിക്കൽ സ്റ്റോർ മരുന്ന് മേടിക്കാൻ വന്നതല്ല, നമ്മൾ ബജി തിന്നാൻ വന്നതാണ്. സോ ലെറ്റ്സ് ഗോ ഈറ്റ് സം ബജി. നിനക്ക് മുട്ട മുളകണം. മുട്ട ഇവിടെ ഒരു മുട്ട മാത്രം. പ്രേമൻ മുട്ട മുളക് കണ്ടാ? നിനക്കോ? പ്രേമൻ ഇനി മുട്ടമുളക്. എനിക്ക് മുട്ട മുളക്. പ്രേമനെ പിടിക്കൂ. ഇത് പ്രേമനല്ല, നല്ലൊരു പേര്. നമ്മൾ കരികുന്നത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ബജിക്കടയിൽ ബജി തിന്നാൻ വന്നതാണ്. നമ്മുടെ സ്വന്തം ആശാന്റെ കട. അതെ അതെ ആശാന്റെ ബജിക്കട. ആശാന്റെ ബജിക്കട. മുട്ട തന്നെയല്ലേ? മുട്ട കഴിക്കണം.